നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി ഉപയോഗിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇന്ന് ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷ വരുന്നു. മറ്റ് രാഷ്ട്രീയ വിശകലനങ്ങളടക്കം, ഇന്നലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതടക്കം, ജാമ്യ ഹർജി തള്ളിയതടക്കമുള്ള അതിൻ്റെയൊക്കെ തുടർ വാർത്തകളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ഇന്ന് കൊച്ചിയിലുണ്ട്. ആ വിഷയങ്ങൾ, ഇതിലേക്കെല്ലാം വിശദമായി വരാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഹൈക്കോടതിയിലേക്ക്. സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച പ്രതി 9ാം ദിവസവും ഒളിവിൽ. രാഹുലിന്റെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാം കേസിലെ അന്വേഷണ സംഘം വിപുലീകരിക്കും. വനിതാ IPS ഉദ്യോഗസ്ഥ നേതൃത്വം നൽകും. പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ SIT. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് 12 മണിക്ക് ഹൈദരാബാദ് ഹൌസിൽ മോദി പുടിൻ ചർച്ച. മോദി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ലെന്ന് പുടിൻ. ഇന്ത്യക്ക് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാൻ അവകാശമുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ്. ഇൻഡിഗോ സർവീസുകളിൽ പ്രതിസന്ധി തുടരുന്നു. നിസ്സഹായാവസ്ഥ പറഞ്ഞ ക്ഷമാപണം നടത്തി കമ്പനി. 24 മണിക്കൂറിനുള്ളിൽ റദ്ദാക്കിയത് 500ഓളം സർവീസുകൾ. പ്രതിസന്ധി തീരാൻ 2 മാസം എടുക്കുമെന്ന് കമ്പനി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രേഖകൾ ആവശ്യപ്പെട്ട ED കൊല്ലം കോടതിയിൽ. FIR-ഉം അനുബന്ധ രേഖകളും വേണമെന്ന ആവശ്യം. സർക്കാർ വാദം കോടതിയെ അറിയിക്കും. N വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പിന്റെ സമയക്രമം ഇന്നാകും. ടീമുകളുടെ ഗ്രൂപ്പ് ഇന്നറിയാം. നറുക്കെടുപ്പ് രാത്രി 10:30. ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ 9ാം ദിവസവും പിടികൂടാനാകാതെ അന്വേഷണ സംഘം. രാഹുൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേസമയം രാഹുലിനെതിരായ 2ാമത്തെ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. വനിതാ IPS ഉദ്യോഗസ്ഥയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം. പരാതിക്കാരിയുടെ മൊഴിയെടുക്കാനാണ് ശ്രമം. ഇന്നലെ 2ാം കേസിലെ അതിജീവിത മൊഴി നൽകാൻ തയ്യാറെന്ന് അറിയിച്ചിരുന്നു. ബംഗളൂരുവിലുള്ള 23-കാരിയാണ് പരാതിക്കാരി. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നു. VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരും. TG സജിത്ത് ഉണ്ട്. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന്, KV ബൈജു കാസർഗോഡ് നിന്നും ചേരും. ആദ്യം TG സജിത്തിലേക്കാണ്. സജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എത്രയോ മണിക്കൂറുകൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്തയ്ക്ക് പിന്നാലെയാണ്. ഇന്നലെ ഹൊസ്ദുർ കോടതിയിലൊക്കെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാനായി നമ്മുടെ ടീമും അവിടെ സജ്ജമായിരുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയില്ല. പോലീസിന് അറസ്റ്റ് ചെയ്യാനായില്ല. അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും 9ാം ദിവസവും ഒരു MLA ലൈംഗിക ആരോപണ കേസിൽ ഒളിവിലാണ് എന്നുള്ളത് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഏറ്റവും സംശയമുണ്ടാക്കുന്ന കാര്യം ഇതുവരെ എന്തുകൊണ്ട് കേരള പോലീസിന് MLA പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെയാണ്. ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ 9ാം ദിവസവും സംസ്ഥാനത്തെ ഒരു MLA ഒളിവിൽ എന്നതാണ് നമുക്കിത് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടി വരുന്ന കാര്യം. ഇന്നലെ വൈകിട്ട് ഈ ഒളിവ് ജീവിതം അവസാനിക്കുമെന്നും അദ്ദേഹം പുറത്തു വരുമെന്നും പ്രതീക്ഷിച്ചിരുന്നു, അല്ലെ അന്വേഷണ സംഘത്തിന്റെ പിടിയിലുണ്ടെന്നും കരുതപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പിന്നീട് സംഭവിച്ചിട്ടില്ല. അതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ബൈജുവിന് എന്താണ് ഇന്നത്തെ നാടകീയ നീക്കങ്ങളെന്ന് ഒരു പക്ഷേ വ്യക്തമായി പറയാൻ കഴിഞ്ഞേക്കും. നമുക്ക് വൈജിയിലേക്ക് വരാം. അതിനു മുമ്പായി എന്തായാലും ഇന്നത്തെ ദിവസം അശ്വതി സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം നിർണായകമാണ്. കാരണം എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യമാണ്. ഇന്നലെ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്നും തൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കപ്പെടുന്നില്ല, നോ അറസ്റ്റ് അംഗീകരിക്കപ്പെടുന്നില്ല. ഇതോടുകൂടി ഇന്നത്തെ രാഹുലിൻ്റെ ഒരു നീക്കം ഹൈക്കോടതിയിലേക്കാണ്. ഹൈക്കോടതിയിൽ വീണ്ടും നിയമനീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. പക്ഷേ രാഹുലിനെ എല്ലാ അർത്ഥത്തിലുമുള്ള കൈവിടൽ കോൺഗ്രസ് പാർട്ടി നടത്തിക്കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞു. ഇന്നലെ സൈബർ ഇടങ്ങളൊക്കെ ഏറെക്കുറെ ശാന്തമായിരുന്നു. രാഹുൽ അനുകൂലികൾ അത്രയൊന്നും ശക്തമായി രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു പകൽ ദിനം
എന്ത് സംഭവിക്കുമെന്നത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ വീണ്ടും നിയമനീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഈ സെഷൻസ് കോടതിയിലെ ഹർജി പരിഗണനയിൽ ഇരുന്നതുകൊണ്ട് ഒരുപക്ഷെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ശരിയുമാവാം. പക്ഷേ എന്നിരുന്നാലും ഇന്നലെ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായതിനു ശേഷം എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യമാണ്. അന്വേഷണ സംഘത്തെ വെട്ടിച്ച് രാഹുൽ ഒളിച്ചു കഴിയുകയാണോ, അതല്ല ഇപ്പോഴും റഡാറിലുണ്ടോ, കസ്റ്റഡിയിലുണ്ടോ, പുറത്തുവിടാത്തതാണോ, ഇക്കാര്യങ്ങളൊക്കെ ഒരു അഭ്യൂഹമായി നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും കൂടി ഇതിലേക്ക് കടന്നു വരുന്നത്. അതോടുകൂടി അങ്ങേറ്റം നിർണായകമായ ഒരു നീക്കം കൂടിയായി മാറുകയാണ്. ഇന്ന് ഈ 9ാം ദിവസം രാഹുലിൻ്റെ നീക്കം നിർണായകമാണ്. ഇന്ന് പകൽ ദിനം നമ്മൾ പലതും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പലതും സംഭവിച്ചേക്കാം. നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതീക്ഷിക്കാനുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം ഒരുപക്ഷെ കൊച്ചിയിൽ സംഭവിക്കാൻ പോകുന്ന ചില നീക്കങ്ങളായിരിക്കും. മുഖ്യമന്ത്രി ഇന്ന് മുഖാമുഖം മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എത്തുകയാണ്. പൊതുപരിപാടിയിലല്ല, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾക്ക്, ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിയുടേതായ മറുപടിയുമുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ വിഷയം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കൂടി ഇന്നത്തെ പകൽ ദിനം മാറുമെന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് നമുക്ക് വേണ്ടത്. കാത്തിരിക്കാം അശ്വതി. ഇന്നത്തെ ഒരു പകൽ ദിനം നിർണായകമാണ്, സങ്കീർണമായിരിക്കും. ശരി സജിത്, എന്തായാലും നമുക്കൊപ്പം വി അരുണും കെ വി ബൈജുവും ചേരുന്നുണ്ട്. ഞാൻ ആദ്യം അരുണിലേക്ക് പോകുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. രാഹുലിനെതിരായി രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമെന്നറിയുന്നു. ഒരു വശത്ത് രാഹുൽ അന്വേഷണത്തിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് കുരുക്ക് മുറുകുകയാണ്. വനിതാ IPS ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം എന്നറിയുന്നു. പരാതിക്കാരിയുടെ മൊഴിയെടുക്കും എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിനേക്കാൾ ഗൗരവമുള്ളതാണ് പുതിയ പരാതി എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇത്രയും നാൾ ഒരു FIR പോലും എനിക്കെതിരെ ഇടാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഭരിക്കുന്ന വാഴയ്ക്ക് എന്ന പദപ്രയോഗമാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒന്നാകെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും ഈ ആദ്യത്തെ കേസിൽ ഇപ്പോൾ തന്നെ ജാമ്യം നിഷേധിച്ചിരുന്നു. ഹൈക്കോടതിയിൽ പോയ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയാകും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. പക്ഷേ അശ്വതി സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ കേസ് കുറച്ചുകൂടി സങ്കീർണമാണ്. വളരെ വ്യക്തമായി ആ പെൺകുട്ടി തനിക്കുണ്ടായ അനുഭവം, എന്തുകൊണ്ട് താൻ പരാതി നൽകിയില്ല, എന്തുകൊണ്ട് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ഈ സാധാരണ പ്രതികരിക്കും പോലെ പ്രതികരിച്ചില്ല എന്നൊക്കെ വ്യക്തമാക്കുന്ന ഒരു പരാതി കത്താണ് KPCC അധ്യക്ഷനും അതുപോലെ AICC നേതൃത്വത്തിനുമൊക്കെ നൽകിയത്. ആ പെൺകുട്ടി നേരത്തെ തന്നെ വിവരം ചില മാധ്യമങ്ങളിലൂടെ പുറത്തു പറഞ്ഞതാണ്. അന്നൊക്കെ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു കത്തായി വെളിപ്പെടുത്തലായി ചൂണ്ടിക്കാണി, മുഖമില്ലാത്ത പരാതിയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ KPCC നേതൃത്വത്തിന് പരാതി നൽകുമ്പോഴും സമാനമായ പ്രതികരണമാണ് സൈബർ ഇടങ്ങളിലും, രാഹുൽ മാങ്കൂട്ടം അനുകൂല സൈബർ ഇടങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നുമൊക്കെ ഉണ്ടായത്. കോടതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുലിന്റെ ഭാഗം വാദിച്ച അഭിഭാഷകൻ പറഞ്ഞത് ഇതുതന്നെയാണ്. അൺനോണായ ഒരു പരാതി, തീർച്ചും അൺനോൺ തന്നെയാണ്. കുട്ടി പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്ന കാരണം ആദ്യഘട്ടത്തിൽ കേസ് വെളിപ്പെടുത്തിയ പേര് വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ പരാതി മുന്നോട്ട് പോയ പെൺകുട്ടിക്കുണ്ടായ സംഘടിതമായ സൈബർ ആക്രമണം, അതൊക്കെ കൂടി ഉള്ളതുകൊണ്ട് താൻ പേര് പറയുന്നില്ല, താൻ ഒരു ഘട്ടത്തിന് പുറത്ത് ഭയക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പെൺകുട്ടി ഇപ്പോൾ ആ ഭയം മാറി സർക്കാരിൽ വിശ്വസിച്ച്, ആഭ്യന്തര വകുപ്പിൽ വിശ്വസിച്ച് മൊഴി നൽകാൻ തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഏത് നിമിഷവും ആ പെൺകുട്ടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കാം. വളരെ കൃത്യമായ പെൺകുട്ടിയുടെ സംഭവങ്ങൾ പറയുന്നു. ആ കാര്യങ്ങൾ കൂടി വരുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാകും. ഇപ്പോൾ ഹൈക്കോടതി കേസ് വരുമ്പോൾ തന്നെ ഇനിയൊരു കേസ് കൂടി ഉണ്ട്, അവിടെ കൂടി ആ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഇതുവരെ അൺനോണായിരുന്ന പരാതി ഇന്ന് കോടതി പരിഗണിക്കും മുമ്പ് തന്നെ ഒരുപക്ഷെ അന്വേഷണ സംഘം ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയേക്കാം, മൊഴി അന്വേഷണത്തിൽ ലഭിച്ചേക്കാം. ആദ്യഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വിലസ് നടക്കാൻ കാരണം പരാതിയുണ്ട്, നിരവധി പരാതികളുണ്ട്, നിരവധി ഇരകളുണ്ട്. പക്ഷേ ആരും പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. എവിടെ പരാതിക്കാർ എന്ന ചോദ്യമാണ് ഇത്തരത്തിൽ വലിയ ആരോപണം നേരിടുമ്പോഴും പൊതുജന മധ്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ വിലസ് നടന്ന നിയമസഭയിലടക്കം വന്നു നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളെ പോലും അവഹേളിച്ചുകൊണ്ട് ചോദിച്ചു എവിടെ പരാതി എന്ന ചോദ്യമാണ്. പരാതി ഒന്ന് വന്നു, അത് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അടുത്ത പരാതിയും വന്നിരിക്കുന്നു. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്ക് മുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അന്വേഷണ സംഘം രാഹുലിന് പിന്നാലെയുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമോ, ഒരു തവണ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ടുകൂടി രാഹുലിനെ നിസ്സാരമായ ഒരു കുറ്റത്തിന് വീട് കയറി അറസ്റ്റ് ചെയ്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഉദയം എന്ന് പോലും വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി കൃത്യമായി പറയാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് വീണ്ടും രാഹുലിനെ
ഒരു ഇരവാദം ഉണ്ടാക്കാനും ഇരയായി ചമയാനും ആ രീതി രാഹുലിനെ ഹീറോയിസം ഉണ്ടാക്കാനും ഒന്നും ശ്രമം വേണ്ട എന്ന നിർദ്ദേശം ആഭ്യന്തര വകുപ്പിന് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം ഒരു മെല്ലെപ്പോക്കിലേക്ക് പോയത്. പക്ഷേ പെൺകുട്ടികൾ ഇരകൾ ഒന്നൊന്നായി പരാതിയുമായി വരുമ്പോൾ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. എല്ലായിടത്തും രാഹുലിനെ വലവിരിക്കുന്നു. രാഹുലിന്റെ സഹായികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇന്നലത്തെ രണ്ടുപേരെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി രാഹുൽ പോകാനുള്ള ഇടങ്ങളിലൊക്കെ പോലീസ് ഇപ്പോഴും സൂക്ഷ്മതയോടുകൂടി നിലകൊള്ളുന്നുണ്ട്. പക്ഷേ രാഹുലിന് വലിയ സംരക്ഷണം ഇപ്പോഴും ലഭിക്കുന്നതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. കർണാടക ഉൾപ്പെടെ, കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെ ഉൾപ്പെടെ വലിയ സംരക്ഷണം രാഹുലിനുണ്ട്. വലിയ ചില ഗ്രൂപ്പുകൾ രാഹുലിനെ സംരക്ഷിച്ച് അറസ്റ്റ് വിട്ടുകൊടുക്കാതെ, പോലീസ് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വളരെ കൃത്യമായി പോലീസ് എത്തുന്ന വിവരമാണ് 2 തവണ രാഹുൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു. അതും പോലീസിൽ നിന്ന് തന്നെ ചോർന്ന വിവരമാണോ എന്ന ആശങ്ക കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോഴുള്ള നീക്കങ്ങൾ. കർണാടകയിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് ചെറിയ പുള്ളികളല്ല, ചെറിയ ടീമുകളല്ല, വളരെ സംഘടിതമായി വളരെ ശക്തമായ ചില കേന്ദ്രങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നു, പൊതിഞ്ഞു നിർത്തുന്നു. ഇപ്പോഴും കോൺഗ്രസിന് പുറത്ത് പറയുമ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ രാഹുലിന് വളരെ സുരക്ഷിതമായ ഒളിയിടം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് അറസ്റ്റിലേക്ക് എത്താൻ, രാഹുലിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന വിലയിരുത്തലാണ് പൊതുവിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും രാഹുലിന് വേണ്ടി എല്ലാ വഴികളും അടച്ച് അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. രാഹുലിനെതിരെ ഇനിയും പരാതികൾ വരുമെന്ന് പോലീസ് കരുതുന്നു. ചില പരാതികൾ ഇതിനകം തന്നെ അനൌദ്യോഗികമായൊക്കെ അന്വേഷണ സംഘവുമായി ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. KPC നേതൃത്വത്തിനും കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്കുമൊക്കെ രാഹുലിനെ പറ്റി ഇപ്പോൾ വന്ന 2 പരാതികൾക്ക് അപ്പുറത്തേക്കുള്ള ചില പരാതികൾ കൂടി രാഹുലിന് എതിരെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്ര ഒരു കടുത്ത നടപടിയിലേക്ക്. ഇനിയും രാഹുലിനെ സംഘടനയിൽ തുടർന്നാൽ, ഇനിയും രാഹുലിനെ ചുമന്നാൽ ഇതിനകം അധികം പരാതികൾ വരും. രാഹുൽ MLA തുടർന്നാൽ പോലും അത് കൂടുതൽ ദോഷമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. ഇപ്പോൾ കോൺഗ്രസിന് പറഞ്ഞു നിൽക്കാം എവിടെയാണ് CPM ഇത്തരം ആരോപണം ഉയർന്ന നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത്. പാർട്ടി കോടതികളും പാർട്ടി കമ്മീഷനും അപ്പുറത്തേക്ക് CPMന് ഒരാളെങ്കിലും ഇത്തരത്തിൽ പുറത്താക്കാൻ ധൈര്യമുണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായും കോൺഗ്രസിന് CPMനോട് ചോദിക്കാൻ കഴിയുന്ന ചോദ്യമാണ്. നേതാക്കൾ ചോദിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ ടിക്കറ്റ് ജയിച്ചു വന്ന MLA ആണ്. അയാൾ രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. ചോദിച്ചു വാങ്ങാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ആ രീതിയിൽ കഴിയുകയുമില്ല. പക്ഷേ സ്വാഭാവികമായും രാഹുൽ രാജിവെക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും എതിർപക്ഷത്തിന്, ഭരണപക്ഷത്തിന് കോൺഗ്രസിനെതിരെ ചൂണ്ടാവുന്ന വിരലായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കും. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞു. അത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുന്നണിയിലേക്ക് വരണം. അതുകൊണ്ടുകൂടിയാണ് രാഹുലിനെതിരെ ഇത്ര തിടുക്കപ്പെട്ട് 1 മിനിറ്റിനുള്ളിൽ, അതായത് രാഹുലിന്റെ ജാമ്യം നിഷേധിച്ച തീരുമാനം സെഷൻസ് കോടതിയിൽ വന്ന 1 മിനിറ്റിനുള്ളിൽ തന്നെ രാഹുലിനെ പുറത്തായിക്കൊണ്ട് KPC നേതൃത്വം തയ്യാറാക്കി വെച്ച വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടത്. ശരി അരുൺ, തീർച്ചയായും അരുൺ പറഞ്ഞതുപോലെ ഇത് ആദ്യം മുതൽ തന്നെ ഈ കേസിൽ ഹൂ കെയർസ് എന്ന നിലപാടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തത് എന്നുള്ളതാണ്. നിങ്ങൾ പല പ്രേക്ഷകരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ചും നമ്മുടെ യൂട്യൂബിലും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഇത്രയും സമയം ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത്? ഇതൊരു വെറുമൊരു സാധാരണക്കാരനല്ല, MLA ആണ് എന്ന് ആലോചിക്കണം. ലൈംഗിക ആരോപണ കേസ് പരാതി ഉയർന്ന ഒരാളാണെന്ന് ആലോചിക്കണം. കേസെടുത്ത ആളാണ്. പോലീസ് ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും 8 ദിവസവും നമ്മൾ ആകെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാഹുൽ എവിടെ എന്നുള്ളതാണ്. KV ബൈജു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെ നാടകീയമായ നീക്കങ്ങളായിരുന്നു ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. നമ്മളായിരുന്നു ഉച്ചയോടെ ആ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അവിടെ പോലീസ് നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം. അത് രാത്രി ഒരുപാട് സമയം നീണ്ടു. കോടതി സാധാരണ സമയത്തിനപ്പുറത്തേക്കും പ്രവർത്തിക്കുന്നു. കൂടുതൽ ആളുകൾ, കൂടുതൽ പോലീസുകാർ അവിടേക്ക് എത്തുന്നു. പക്ഷേ പിന്നീട് പോലീസ് അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? അശ്വതി, പോലീസിൽ നിന്നുള്ള അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമുണ്ടായിരുന്ന ഒരാളുടെ ടവർ ലൊക്കേഷൻ ലഭിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടി എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വലിയ സുരക്ഷ ഈ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ ഒരുക്കിയെന്നാണ് കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും കാസർഗോഡ് ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ SP-യുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുന്നുണ്ട്. ഇപ്പോഴും പോലീസ് കരുതുന്നത് ഏതെങ്കിലും തരത്തിൽ പോലീസിലെ അറസ്റ്റ് കൈവരിക്കാതെ കോടതിയിൽ കീഴടങ്ങാനുള്ള നീക്കങ്ങൾ തന്നെയാണ് രാഹുൽ നടത്തുന്നതെന്നാണ്.
അതിൽ ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായത്, ജഡ്ജി ഇന്നലെ 5 മണി കോടതി സമയം കഴിഞ്ഞ് കൂടുതൽ സമയം കോടതിയിൽ ചെലവഴിച്ചതും അത്തരത്തിലൊരു നീക്കം ഏതെങ്കിലും അഭിഭാഷകന്റെ ഭാഗത്ത് ഉണ്ടായോ എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ഹോസ്ദുർഗ് കോടതി തന്നെയായിരിക്കും ഇന്നും ശ്രദ്ധാ കേന്ദ്രമാവുക. അതിർത്തിയിൽ, പ്രത്യേകിച്ച് അതിർത്തിയിൽ, കർണാടകയിൽ നിന്നും ഉള്ള അതിർത്തികളിലെല്ലാം പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഏത് വിധേനയും രാഹുലിനെ അറസ്റ്റ് ചെയ്യുക, അത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ആ രീതിയിലുള്ള നീക്കങ്ങൾ ഇന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നവരെ ഉണ്ടായ രീതിയിലുള്ള നീക്കങ്ങൾ ആയിരിക്കില്ല പോലീസിന്റെ ഭാഗത്ത് ഇന്നുണ്ടാവുക. കൃത്യമായി അറസ്റ്റ് ചെയ്യുക. ഇതിൽ ഏറ്റവും പ്രധാനം BB അരുണും TG സജിത്തും സൂചിപ്പിച്ചത് തന്നെയാണ്. കർണാടകയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കർണാടക പോലീസിന്റെ ഒപ്പം പ്രബല വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ വലിയ പിന്തുണ രാഹുലിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സാഹചര്യം ഒരുക്കിയതൊക്കെ അവർ തന്നെയാണ്. പോലീസിൽ അറസ്റ്റ് കൈവരിക്കാതെ കോടതിയിൽ കീഴടങ്ങുക എന്ന നീക്കമാണ്. ഇതിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി പോകുന്നുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായ നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. അതിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് കോടതിയിൽ കീഴടങ്ങുക എന്ന് തന്നെയാണ് രാഹുൽ ഉദ്ദേശിക്കുന്നതെന്നാണ് പോലീസിന്, ഇന്റലിജൻസ് വിഭാഗത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും ഹോസ്ദുർഗ് കോടതി തന്നെയായിരിക്കും ശ്രദ്ധാ കേന്ദ്രം. 11 മണിയോടുകൂടി മാത്രമേ ഈ കീഴടങ്ങുകയാണെങ്കിൽ അത്തരം നീക്കങ്ങൾ നടത്താൻ സാധിക്കൂ. അത് കോടതി സമയം കഴിഞ്ഞാൽ 5 മണി കഴിഞ്ഞാൽ കീഴടങ്ങുന്ന കാര്യത്തിൽ വലിയ സാങ്കേതിക പ്രശ്നമുണ്ട്. മജിസ്ട്രേറ്റ് ചേംബറിൽ തന്നെ ഉണ്ടാകണം. അത്തരം നീക്കങ്ങൾ ഇന്നും ഉണ്ടാകുമോ? പക്ഷേ ഹോസ്ദുർഗ് കോടതിയിൽ ഇന്നും പോലീസ് കാവൽ ഉണ്ടാകും. അതോടൊപ്പം ഏറ്റവും കൂടുതൽ പ്രധാനം സുള്യ വഴി കടക്കാൻ കഴിയുന്ന ജാൽസൂർ മേഖലകളിൽ പോലീസ്, കേരള പോലീസ് വാഹന പരിശോധന ഉൾപ്പെടെ നടത്തും. അതോടൊപ്പം പാണത്തൂർ ഭാഗങ്ങളിലും. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും പോലീസിന് സഹായം ലഭിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലും കാസർഗോഡ് ജില്ലയിലെ ചില സമാനമായ കേസിൽ പുറത്താക്കപ്പെട്ട നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒക്കെ രാഹുലിന് വലിയ പിന്തുണ ഇപ്പോഴും നൽകുന്നുണ്ട് ഈ ഒരു നീക്കങ്ങൾക്ക്. എന്തായാലും ഈ സാധ്യത പോലീസ് കണക്കാക്കുന്നു. ഹോസ്ദുർഗ് കോടതിയിൽ ഇന്നും കീഴടങ്ങിയേക്കുമെന്ന ഒരു തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. ഇന്നലെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകീയമായ നീക്കങ്ങൾ കോടതിയിലുണ്ടായി. അതും കോടതി സമയം കഴിഞ്ഞ് 6 മണിക്ക് ശേഷം രാത്രിയോടുകൂടി വലിയ തോതിൽ പോലീസ് വിന്യാസമൊക്കെ ഉണ്ടായിരുന്നു. അത് 2 തരത്തിലാണ് ഈ ഒരു പോലീസിന്റെ സുരക്ഷ ഉണ്ടാക്കിയത്. കാരണം ഒന്ന്, കീഴടങ്ങുമെന്ന ഈ ചേംബറിൽ ജഡ്ജി തുടരുന്ന സാഹചര്യത്തിൽ എന്തായാലും രാഹുൽ കീഴടങ്ങും എന്ന ഒരു കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാര്യം, പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി, പുത്തൂറിൽ നിന്നും പിടിയിലായി ഹോസ്ദുർഗ് കോടതിയിലേക്ക് കൊണ്ടുവരുമെന്ന്. ഈ 2 വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കങ്ങൾ ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ വൈകിയും ഈ പോലീസ് വിഭാഗത്തിനുണ്ടായത്. പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വസതിയിലേക്ക് പോയതിനു ശേഷമാണ് മുഴുവൻ പോലീസ് പോസ്റ്റിലും അവിടെ നിന്ന് പിൻവലിക്കുന്ന നമ്മുടെ ശ്രദ്ധ ഇന്നും ഹോസ്ദുർഗ് കോടതി പരിസരത്തുണ്ടാകുമെന്നുള്ളതാണ്. അവിടെ നടക്കുന്ന നീക്കങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. ബൈജുലേക്ക് വരാം. ഞാൻ സജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ആരാണ് രാഹുലിന് ഇപ്പോഴും സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. പലതവണ പറഞ്ഞ് ഇപ്പോഴുള്ള പരാതി, ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പരാതിക്കാരി ആദ്യം പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കാണ്, പാർട്ടിക്കല്ല. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാവുകയും മറ്റ് സിനിമാ താരങ്ങളെ ഇറക്കി താൻ സംശുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് രാഹുലിന്റെ നടന്നിരുന്നു. ഇപ്പോൾ പാർട്ടി കൈയൊഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും. ഒപ്പം നിന്ന നേതാക്കളെല്ലാം തിരിച്ചു പറയാൻ തുടങ്ങി. ഇനി എന്താണ് രാഹുലിന്റെ, ഏത് രീതിയിലായിരിക്കും രാഹുലിന്റെ നീക്കങ്ങൾ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? രാഹുലിന്റെ നീക്കം ഏറ്റവും പ്രധാനം അടുത്ത നിയമസാധ്യത തേടുക എന്നതാണ്. അത് ഹൈക്കോടതിയിൽ തന്നെ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ തന്നെ രാഹുലിന്റെ അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ സൂചന നൽകിയിരുന്നു. ഇന്ന് ഹർജി ഫയൽ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ തന്നെ അത് സംബന്ധിച്ച വാർത്തകൾ വന്നേക്കാം. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ വിഷയത്തിലെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനം അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടാവാം. ഇതിനിടയിൽ രാഹുലിന്റെ അറസ്റ്റ് വാർത്തകളും ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇന്നത്തെ പകലിന്റെ ഒരു പ്രത്യേകത അതുതന്നെയാണ്. ഇതിനിടയിൽ അശ്വതി, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് രാഹുൽ അനുകൂലികൾ വീണ്ടും രംഗത്തെത്തുന്നു എന്നതാണ്. രാഹുൽ മാങ്കൂട്ടം
രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇപ്പോഴും പ്രവഹിക്കുന്നുണ്ട്. പഴയത്ര ശക്തിയില്ലെങ്കിൽ കൂടിയും ഇപ്പോഴുമുണ്ട്. രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് ഇനിയും നിയമസാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അസ്തമിക്കുന്നില്ല, കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയാലും കോൺഗ്രസ്സുകാരനായി തുടരും, ഇങ്ങനെയൊക്കെ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൈബർ ഇടത്ത് ഇപ്പോഴും ചർച്ച നടത്തുന്ന ചിലരെങ്കിലുമുണ്ട്. അത് പഴയത്ര ഊർജ്ജമില്ലെന്ന് മാത്രം. എന്തായാലും കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവർക്ക് ഒരു തരത്തിലും ഇനി രാഹുലിനെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം രാഹുലിനെ ന്യായീകരിച്ചത് തന്നെ രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് വിലയിരുത്തൽ അവർ നടത്തിയതാണ്. നടപടിയെടുക്കാൻ വൈകിപ്പോയി, അതിൻ്റെ രാഷ്ട്രീയ നഷ്ടം പേറുകയാണ് കോൺഗ്രസ്. ഇത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഉപ്പയിലേക്ക് പോയതിൽ നേതാക്കൾക്കാണ് ഉത്തരവാദിത്തം എന്ന് വികാരമുള്ളവരാണ് പാർട്ടിക്കകത്ത് പൊതുവിലുള്ളത്. എന്തായാലും ഇവരൊക്കെ ഇന്ന് പരസ്യമായ നീക്കങ്ങൾ ഒരുപക്ഷെ കൂടുതൽ നടത്തിയേക്കാം, ഇത്തരത്തിൽ വൈകിപ്പോയി എന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പതിവ് രീതി അനുസരിച്ച് കൂടുതൽ ശക്തമായ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞതാണ്. പക്ഷേ എന്തായാലും കോൺഗ്രസിൽ ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വളരെ പ്രതികരണങ്ങൾക്കൊക്കെ വളരെ പക്വത വരുത്തിയുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് നേതാക്കളും കടന്നിരിക്കുന്നത്. ഇന്നത്തെ പകൽ ദിനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ വീണ്ടും ഒരു മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിക്കുന്നു. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കാത്തിരിക്കുന്നത്. അതാണ് തുടക്കത്തിൽ അരുൺ സൂചിപ്പിച്ചത്. ഒരുപക്ഷെ ആദ്യ കേസിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള കേസായി രണ്ടാമത്തെ കേസ് മാറുമോ എന്നതാണ്. കാരണം ആ പരാതിക്കാരിയുടെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ അവർ മൊഴി നൽകിയാൽ സാഹചര്യം മാറും, അത് കൂടുതൽ രൂക്ഷമായ നീക്കത്തിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ഒരു കേസിന് പുറമെ മറ്റൊരു കേസ് എന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിയിലെ ഇന്നത്തെ ജാമ്യാപേക്ഷയുടെ നീക്കങ്ങൾ എത്ര കണ്ട് ഫലം കാണുമെന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം അന്വേഷണ സംഘം അത്തരമൊരു നീക്കത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ രാവിലെ തന്നെ ഈ അതിജീവിതയുടെ മൊഴിയെടുക്കാനാണ് സാധ്യത. അതാണ് അരുണിനോട് ആ കാര്യങ്ങൾ കൂടി ഒന്ന് വിശദമായി ചോദിക്കണം. അരുൺ, ഈ വിഷയത്തിൽ നേരത്തെ ഇപ്പോൾ നടക്കുന്ന കേസിലെ അതിജീവിതയെ പറഞ്ഞിരുന്നത് അവർ രാഷ്ട്രീയ പ്രേരിതമായാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്, പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു അത് എന്ന രീതിയിൽ പറഞ്ഞ രാഹുലിന് പക്ഷേ ഈ കേസിൽ അത് പറഞ്ഞ് മാറി നിൽക്കാനാകില്ല. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്ന വളരെ ഗൗരവമുള്ള കേസ്, അതിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അശ്വതി, ആ കേസിൽ പോലും ആദ്യം അശ്വതി സൂചിപ്പിച്ച കേസിൽ പോലും രാഹുലിന്റെ വാദങ്ങൾ നിലനിന്നില്ല എന്നുള്ളതാണ് നേരത്തെ സെഷൻസ് കോടതി വിധി വ്യക്തമാക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം മുൻകൂർ ജാമ്യ ഹർജിയിലൊക്കെ കോടതി പരിഗണിക്കുക ജാമ്യം നൽകാൻ കഴിയുന്ന വകുപ്പുകളുണ്ടോ, അതിനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമാണ്. പക്ഷേ ഇതിൽ കേസിന്റെ മെറിറ്റിലേക്ക് കൂടി കടന്നുകൊണ്ടുള്ള ഒരു വിധിയാണ് സെഷൻസ് കോടതി പുറപ്പെടുവിച്ചത്. വളരെ കൃത്യമായി രാഹുലിനെതിരെ കുറ്റകൃത്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് തന്നെ കോടതി ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് വെറും ആരോപണങ്ങളല്ല, ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളുണ്ട്. ഇരയെ സ്വാഭാവികമായും ഇരയുടെ ഒരു മാനസിക പശ്ചാത്തലം മുതലെടുത്ത് ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന, അവിടെ നിന്ന് വലിയ ക്രൂരതകൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന സമയത്ത് അത്തരമൊരു ആ ഒരു മാനസികാവസ്ഥ മുതലെടുത്ത് ബന്ധം സ്ഥാപിക്കുന്നു. പിന്നീട് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകുന്നു. ആ വാഗ്ദാനം നൽകിയ ശേഷം ഗർഭിണിയാക്കിയ ശേഷമാണ് വീണ്ടും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത്. വളരെ കൃത്യമായുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ ഇന്നലെ ആ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. അവിടെ തന്നെ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. രാഹുലിനെതിരെ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്ന കുറ്റമെന്ന് കൂടി കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കേസിൽ പോലും രാഹുലിന് അത്ര എളുപ്പമല്ല ഇനിയും ഒരുപക്ഷെ ജാമ്യമൊക്കെ ലഭിച്ച് മുന്നോട്ട് പോകാൻ. ഈ കേസാകട്ടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ കൃത്യമാണ് പെൺകുട്ടിയുടെ പരാതി. അവൾ ആ പരാതിയിൽ ഉറച്ചു നിന്നാൽ അവൾ ഈ ആരോപണങ്ങളിൽ ഉന്നയിച്ചത് ആദ്യം മാധ്യമങ്ങളോട് ഈ പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ ഈ കേസിന്റെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അയാളുടെ ആളുകളും ഒക്കെ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ ഒരു കേസ് വന്നപ്പോൾ അടുത്ത പരാതിയുമായി വന്നതല്ല. വളരെ നേരത്തെ തന്നെ ഈ പെൺകുട്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിൽ രാഹുലിന്റെ പരാതി ഉയർന്നു വന്നപ്പോൾ തന്നെ ചില മാധ്യമങ്ങളോട് ചില ചാനലുകളോട് ഈ പെൺകുട്ടി തനിക്കുള്ള ദുരവസ്ഥ പറഞ്ഞതാണ്, എന്തുകൊണ്ടാണ് പുറത്തു പറയാത്തെന്ന് അവൾ പറഞ്ഞതാണ്. അതിനുശേഷം വളരെ വിശദമായാണ് ഇപ്പോൾ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അവൾ പറഞ്ഞത് തനിക്ക് ഈ പരാതി പറയാനുള്ള ഭയത്തിന് കാരണം ഇപ്പോൾ പരാതിയുമായി വന്ന പെൺകുട്ടി നേരിടുന്ന അതികഠിനമായ വളരെ സംഘടിതമായ സൈബർ ആക്രമണമാണ്. അവരുടെ കുടുംബത്തെ പോലും തെരഞ്ഞെടുപ്പിടിച്ചു കിടന്ന ആക്രമണമാണ്. ആ ആക്രമണങ്ങൾ തന്നെയാണ് തന്നെ ഭയപ്പെടുന്നവൾ പറയുന്നു. അതുകൂടി ഇന്നലെ കോടതി പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കോടതി പരിഗണിക്കുമ്പോഴും ഇത്തരത്തിൽ പെയ്ഡ് ആക്രമണം എന്ന് പോലും, അതായത് രാഹുലിനെ അനുകൂലിച്ച് വരുന്നവരൊക്കെ ഒരുപക്ഷെ രാഹുലിനോടുള്ള ആരാധന കൊണ്ടോ രാഹുലിന്റെ സൗഹൃദം കൊണ്ടോ മാത്രം വരുന്നത് കരുതാനാകില്ല. അത് സിനിമാ താരങ്ങളായാലും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളായാലും വളരെ കൃത്യമായി പെയ്ഡ് ആണ് എന്നതിലുള്ള സൂചനകൾ കൂടി അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അങ്ങനെ ചില അകത്താകുമ്പോഴും രാഹുൽ ഈശ്വർ അകത്താണ്. ഇന്നലെയും അയാൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. സന്ദീപ് വാര്യർ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്, KPCC ജനറൽ സെക്രട്ടറി, ഈ കേസിൽ പ്രതിസ്ഥാനത്താണ്. അങ്ങനെ നിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി തന്നെ പുറത്താക്കുമ്പോഴും ഈ സൈബർ ആക്രമണം, രാഹുൽ ബ്രിഗേഡിന്റെ ആക്രമണം അവസാനിക്കുന്നത് ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ പെൺകുട്ടിയുടെ ചിത്രം സഹിതം, ആദ്യം പരാതി നൽകിയ ഇരയായ പെൺകുട്ടിയുടെ ചിത്രം സഹിതം
പ്രചരിപ്പിച്ചുകൊണ്ട് സൈബർ ആക്രമണം നടത്തുകയാണ്. അവർ CPM-ന്റെയും BJP-യുടെ ഏജന്റാണ്, 3 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ഗൂഢാലോചനയാണ് ഫലപ്രാപ്തിയിലെത്തിയതെന്നടക്കം പറഞ്ഞുകൊണ്ട് വളരെ നീചമായ സൈബർ ആക്രമണം ഇപ്പോഴും ആയിര നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഇരകൾ പരാതിയുമായി വരാൻ മടിക്കുന്നത്. അവർക്ക് സംരക്ഷണം നൽകുമെന്ന് സർക്കാർ പറയുമ്പോഴും ഈ ആക്രമണം തുടരുകയാണ്. ഈ ഒരാൾ ജയിലിലായിരിക്കുന്നു, അടുത്തയാൾ ജയിലിലേക്കുള്ള വഴിയിലാണ്. അപ്പോഴും ഈ സൈബർ ആക്രമണം നിർത്താൻ ഈ സംഘം തയ്യാറാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി അരുൺ, അതാണ് ഇന്നലെ ആ വെട്ടിക്കുളി കൂട്ടത്തെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് മുതിർന്ന നേതാക്കളൊക്കെ രംഗത്തെത്തിയിരുന്നു. അവർക്ക് ഇനി നിലനിൽപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴും ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിങ്ങനെ നിർബാധം തുടരുകയാണ് എന്നുള്ളതാണ്. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുകയാണ്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇനിയുള്ള കച്ചിത്തുരുമ്പ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിലേക്കുള്ള മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയിലാണ് ഇനി ഒരു പ്രതീക്ഷയുള്ളത്. അത് എത്രത്തോളം ആ കേസ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കോടതി തള്ളിയ സാഹചര്യത്തിൽ അതിനെ നമ്മൾ എത്രത്തോളം പ്രതീക്ഷയോടെ കാണേണ്ടതുണ്ട്? മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇന്ന് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ CPM ഇതിനെ പറയുന്ന CPM പറയേണ്ട ചില മറുപടികൾ കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി ആ വിശദാംശങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസം ലൈംഗിക അതിക്രമം മാത്രമല്ല, അതിന്റെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പെൺകുട്ടിയും തമ്മിൽ ഉണ്ടായത് എന്നുള്ള കാര്യം സ്ഥാപിച്ചെടുക്കാൻ ഇന്നലെ കോടതിയിൽ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധ്യമായ സാഹചര്യമില്ല. മാത്രമല്ല, അധികാരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കലും ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തലുമുള്ള നീക്കങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോടതി ഇന്നലെ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമാക്കിയത്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഹൈക്കോടതിയിലും ഉള്ളത്. എന്നിരുന്നാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ 9 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. അതേസമയം ഇന്നലെ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു അഭ്യൂഹം ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നുള്ള വിവരമായിരുന്നു ലഭിച്ചത്. പക്ഷേ കസ്റ്റഡിയിൽ എടുത്തില്ല. അതേസമയം പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു വരുന്ന സാഹചര്യമുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡി എടുക്കുക എല്ലാ പ്രൊവിഷനും കോടതി അനുവദിച്ചിട്ടുമുണ്ട്. അതായത് അറസ്റ്റ് തടയുന്ന സാഹചര്യം നിലവിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് എടുക്കുക എല്ലാ പ്രൊവിഷനും കോടതി അനുവദിച്ചു നൽകിയിട്ടുമുണ്ട് പോലീസിന്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 10:15 ശേഷമായിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുക. അതിനു മുൻപും അറസ്റ്റിലാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ അവസാന നിമിഷത്തെ ഇടപെടൽ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യമാണ്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഹാജരാകുന്ന സാഹചര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും മുൻകൂർ ജാമ്യത്തിൽ. അതേസമയം അശ്വതി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയെ ഇന്ന് കൊച്ചിയിൽ മീറ്റ് ദ പ്രസ് മുഖ്യമന്ത്രി സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ മുഖ്യമന്ത്രിക്കെതിരായുള്ള ED നോട്ടീസ് തുടങ്ങിയ വിഷയങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ നേരിട്ട് കാണുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി മീറ്റ് ദ പ്രസ് വിളിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഈ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുണ്ട്, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ട്, മറ്റൊന്ന് ED നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളിൽ മറുപടി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി 11 മണിക്കാണ് മീറ്റ് ദ പ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലൊക്കെ മീറ്റ് ദ പ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ അതാണ് ആജ്ഞ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വിമർശനം സർക്കാരിനെതിരെ പോലീസിനെതിരെയൊക്കെ ഉയർന്നു വരുന്നത് ഈ 9ാം ദിവസവും ഒരു MLA ആണ് പിടികൂടാനാകാത്തത്, നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയുമെന്നുള്ളത് ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അശ്വതി, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള എല്ലാ സാധ്യതയും അതാണ് അവിടെ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ഈ സാധ്യത എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരനല്ല, ഒരു MLA ആണ് ഇത്രയും ദിവസങ്ങൾ ഒളിവിൽ കഴിയുന്നത് എന്നുള്ളതാണ്
കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും ഇന്നലെ ഇത്രയധികം സന്നാഹങ്ങളുമായി പോലീസ് രംഗത്തിറങ്ങിയിട്ടും ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായില്ല എന്നുള്ളത് ഗൗരവമായ വിഷയമാണ്. അതിൽ മുഖ്യമന്ത്രി എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങളിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാത്തത് എന്ന രീതിയിലൊക്കെയുള്ള വലിയ വിമർശനം സർക്കാരിന് എതിരെ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മുഖാമുഖം പരിപാടി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ ഇരകൾ സൈബർ ആക്രമണം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണിപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ആ പെൺകുട്ടിയുടെ ചിത്രവും പുറത്തേക്ക് എത്തിക്കാനുള്ള തരത്തിലുള്ള നീക്കങ്ങൾ സൈബറിടങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചാനലുകളിലടക്കം വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം ഫേസ്ബുക്കിലൂടെയും മറ്റും അദ്ദേഹം പുറത്തുവിട്ട വിവരങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ജയിലിനുള്ളിലേക്കാണ്. എന്നിട്ടും വെട്ടുക്കിളിക്കൂട്ടം ഇപ്പോഴും ആ പ്രവൃത്തി തുടരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി ആഭ്യന്തര വകുപ്പും വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ഈ ആരോപണങ്ങൾ ഷാഫി പറമ്പിലേക്കും എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. രാഹുലിനെ ചേർത്ത് പിടിച്ച് ഷാഫിക്കെതിരെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പരാതി ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ നേതാവ് AK ഷാനിബ് പറഞ്ഞത്. മറ്റൊരു പെൺകുട്ടി പരാതിയുമായി വരാനിടയുണ്ട് എന്ന് പറയുന്നു ഷാനിബ്. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലായിരുന്നു ഷാനിബിന്റെ പ്രതികരണം. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാട് മുൻ MLA യും ഇപ്പോൾ വടകര MP ആയിട്ടിരിക്കുന്ന ഷാഫി പറമ്പിലാണ് അയാളെ അന്നും സഹായിച്ചിട്ടുള്ളത്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഷാഫി പറമ്പിലാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മറ്റു പരാതികളെ കുറിച്ചും സൂചനകൾ ഉണ്ടായല്ലോ. ഇത് മാത്രമല്ല, മറ്റു ധാരാളം യുവതികൾ, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളും മഹിളാ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളും മറ്റ് യൂത്ത് കോൺഗ്രസിലെ തന്നെ മറ്റ് സെല്ലുകളുണ്ട്. ആ സെല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളും ഈ ഷാഫി പറമ്പിന് വളരെ കൃത്യമായിട്ട് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് TG സജിത്ത് ചേരുന്നത്. സജിത്ത്, ആദ്യം മുതലേ ഉള്ള ഒരു കാര്യമാണ്, പലയിടത്തു നിന്നും, അതായത് കോൺഗ്രസിനകത്ത് നിന്നുള്ള പെൺകുട്ടികൾ മുതൽ പറഞ്ഞ കാര്യമാണ്, പെൺകുട്ടികൾ വരെ പറഞ്ഞ കാര്യമാണ്, ഇതിനു മുൻപേ പരാതിയുമായി ഷാഫി പറമ്പിലിനെ സമീപിച്ചിരുന്നു, അല്ലെങ്കിൽ ഇൻഫോർമലായി പല രീതിയിൽ അറിയിച്ചിരുന്നു ഷാഫിയെ രാഹുലിന്റെ ഈ കാര്യങ്ങളെല്ലാം. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല, ഒരു ചിരിയിൽ ഒതുക്കുകയാണ് ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായതെന്നൊക്കെയാണ്. ഇപ്പോഴും സൈബർ ആക്രമണം തുടരുകയാണ് ഇരകൾക്കെതിരെ. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ ഈ പരാതിയുമായി രംഗത്തേക്ക് വരാത്തത് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അശ്വതി, അതുതന്നെയാണ് ഒരുപക്ഷെ കോൺഗ്രസിനെയും ഇനി അങ്ങോട്ട് കുഴയ്ക്കുന്ന പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയെങ്കിലും ഈ ഷാഫി രാഹുൽ കൂട്ടുകെട്ട്, അത് കോൺഗ്രസിനുണ്ടാക്കിയ വെല്ലുവിളികൾ, പുതിയ കാല പ്രതിസന്ധികൾ, നേതൃത്വത്തെ മറികടന്നുകൊണ്ട് സമാന്തരമായി ഇവർ നടത്തിയ നീക്കങ്ങൾ, ഇതൊക്കെയാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് ഇടവച്ചത് എന്ന വിമർശനം സജീവമാണ്. പ്രത്യേകിച്ച് പാർട്ടിയും പാർട്ടി അണികൾക്കും അപ്പുറം ഇവർ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ അണികളായി മാത്രം നിൽക്കുന്ന അതിൽ കുറേയധികം ആളുകൾ സൈബറിടത്താണ്. ഇവർ ഒരു വലിയ ശക്തിയുണ്ട്. അത് ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തെയും എതിർക്കുന്നത് ആരോ, അത് പാർട്ടി നേതാക്കളായാലും അവർക്കെതിരെ തിരിയുന്നവരുണ്ട്. ഇവർക്കെതിരെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവരൊക്കെ അതിശക്തമായ പ്രതികരണം നടത്തിയത്. ഒരു കാര്യം വ്യക്തമാണ്, ഇവരിപ്പോഴും സജീവമാണ്. പുറത്തു വരുന്ന ചില സ്ക്രീൻഷോട്ടുകളൊക്കെ തെളിയിക്കുന്നതും അതാണ്. കാരണം ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ട് വീണ്ടും സൈബർ എടുത്ത് സജീവമാവുകയാണ്, സൈബർ ആക്രമണം സജീവമാക്കുന്നു ഇവരെന്നതാണ് സാഹചര്യം. അതായത് ഷാഫി പറമ്പിലിനെതിരെ വീണ്ടും ചില ആരോപണങ്ങൾ കൂടി വരുന്നു എന്നൊരു തോന്നൽ ഉളവാക്കിയപ്പോൾ അതിനൊരു പ്രതിരോധം ഉയർത്താൻ വേണ്ടിയാണോ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. മുഖമില്ലാത്ത സൈബർ ആക്രമണം, മുഖമില്ലാത്തവരാണ് ഇത്തരം നീക്കം നടത്തുന്നത് എന്ന പ്രതിരോധവും പ്രതികരണവും ഒക്കെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സൈബർ എടുത്ത് സജീവമാണ് ഇത്തരം ഗ്രൂപ്പുകൾ എന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട് പ്രതികരണം നടത്തിയ ഒരു പ്രമുഖ സിനിമാ താരത്തെ നമുക്കറിയാം. ആ സിനിമാ താരത്തിൻ്റെ ആ പോസ്റ്റ് ഇന്ന് താഴെയും വന്ന് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന കമൻറ്റുകളുണ്ട്. അതായത് ഞങ്ങളാരും പിൻവാങ്ങിയിട്ടില്ല, താങ്കൾ നൽകിയ ആ സ്നേഹത്തിന് പിന്തുണയ്ക്ക് നന്ദി പറയുന്നു, ഇനിയും ഒപ്പമുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പിന്തുണ അവർ നൽകുന്നത്. അപ്പോൾ സൈബർ എടുത്ത് ഒരു സമാന്തര ലോകം സൃഷ്ടിച്ചുകൊണ്ട്
നീക്കം നടക്കുകയാണ്. ഈ കോൺഗ്രസിന് പുതിയ കാലത്തുണ്ടായ ഈ പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഷാഫി പറമ്പിലിനെതിരായ ആക്ഷേപം കൂടി ഗൗരവമായി വരുന്നത്. ഇതുവരെ ഷാഫി പറമ്പിലിനെതിരെ ഇടതു സൈബർ ഇടത്തൊക്കെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം നടത്തുന്നുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ എന്നതാണ് അവരുന്നയിക്കുന്ന ആക്ഷേപം. ഇത് ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ ഇടതു സൈബർ ഇടത്ത് നടക്കുന്ന ഒരു പ്രചരണത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിനകത്ത് അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് കോൺഗ്രസിലെ ഇനി വരാൻ പോകുന്ന ഒരു പ്രതിസന്ധിക്ക് കാരണം. ഒരുപക്ഷെ അതിന് വഴി വെച്ച് കൊടുത്തേക്കില്ല നേതാക്കൾ. കാരണം അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അസാധാരണമായ സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് അതിന് നിന്നു കൊടുക്കാതെയുള്ള ഒരു പ്രതിരോധം തീർത്തേക്കാം. പക്ഷേ ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഷാഫി രാഹുൽ മാങ്കൂട്ടം കൂട്ടുകെട്ട് അത് കോൺഗ്രസിനുണ്ടാക്കിയ വെല്ലുവിളി, അവരെ നിയന്ത്രിക്കുന്ന ഒരു സൈബർ ഗ്രൂപ്പ്, അത് പാർട്ടിക്ക് സമാന്തരമായി മറ്റൊരു ശക്തിയായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെയാണ് കോൺഗ്രസിലെ ഒരു നീക്കം. ഇതേ നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ് CPM-ൻ്റെയും നീക്കം. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ നടത്തുന്ന പ്രതികരണത്തിൽ അതൊക്കെ പ്രതിഫലിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും സൈബർ എടുത്തപ്പോഴും സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും അനുകൂല്യം. അതാണ് ശരി. TJ സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ സൈബർ ഇടത്ത് വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി പ്രതികരിച്ച രാഹുൽ ഈശ്വർ ഇപ്പോൾ അകത്താണ്. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. നേരത്തെ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന രാഹുലിനെ ഇന്നലെ വീണ്ടും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ചിരുന്നു. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. കേസിൽ 4ാം പ്രതിയാണ് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. സന്ദീപിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്നാൽ ജഡ്ജി അവധിയായതിനാൽ ആ കേസ് ഇന്ന് പരിഗണിക്കും. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. പാലം വിമാനത്താവളത്തിൽ ഇറങ്ങിയ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു. ഇന്ത്യ റഷ്യ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ഇന്നലെ വൈകുന്നേരം നടന്നു. ഇന്ന് 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും. രഞ്ജിത്ത് രാമചന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. പുടിൻ ഇന്നലെ വലിയ സ്വീകരണമാണ് നരേന്ദ്രമോദി നടത്തിയത്. ഒപ്പം മോദിയെ പുകഴ്ത്താനും പുടിൻ മറന്നില്ല. ആരാലും തടുക്കപ്പെടാൻ കഴിയാത്ത നേതാവാണ് എന്ന രീതിയിലായിരുന്നു പ്രതികരണം. ഇനി ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യത്തിലും ഒപ്പം റഷ്യൻ എണ്ണ ഇറക്കുമതി ബന്ധപ്പെട്ട് അമേരിക്കയുമായി തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനം. 27 മണിക്കൂർ സന്ദർശനമാണ് അശ്വതി. 27 മണിക്കൂർ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത് പുടിനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എന്നുള്ളതാണ്. പുടിൻ്റെ അത്യാഡംബര വാഹനമായ ഓറസ് സെനറ്റും പുടിനൊപ്പമുണ്ട്. നമുക്കറിയാം, ഏത് രാജ്യത്ത് പോയാലും സ്വന്തം വാഹനം മാത്രം ഉപയോഗിക്കുന്ന നേതാവാണ്. പക്ഷേ ഇന്നലെ നരേന്ദ്രമോദിക്കൊപ്പം നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് ഇന്നലെ പുടിൻ മടങ്ങിയത്. ഇന്നലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം മടങ്ങിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തൻ്റെ തീരുമാനമായിരുന്നുവെന്ന് പിന്നീട് പുടിൻ പറഞ്ഞതൊക്കെ ശ്രദ്ധേയമായി. ഇന്ന് 11 മണിക്ക് രാഷ്ട്രപതി ഭവനിലാണ് ഔദ്യോഗികമായ സ്വീകരണമുണ്ട് പുടിന്. ഇന്നലെ മോദി ഒരുക്കിയ സ്വകാര്യ വിരുന്നോടുകൂടിയായിരുന്നു സന്ദർശനത്തിന് തുടക്കമായത്. പല നിർണായക വിഷയങ്ങളും മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ റഷ്യയുടെ ഔദ്യോഗിക പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാറായ ഓറസ് സെനറ്റ് 2 ദിവസം മുൻപ് തന്നെ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ചൈനയിൽ വെച്ച് കണ്ടപ്പോൾ മോദി പുടിൻ്റെ കാറിൽ കയറിയാണ് യാത്ര ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. ഇത്തവണ മോദിയുടെ കാറിൽ കയറി പുടിൻ യാത്ര ചെയ്തത് അതൊരു സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഔദ്യോഗിക ഇന്ത്യ സന്ദർശനം കൂടിയാണ് പുടിൻ്റേത് എന്നതും ഏറ്റവും പ്രധാനമാണ്. ഊഷ്മളമായ സ്വീകരണം ഇന്നലെ പുടിന് നൽകിയിരുന്നു. നിർണായകമായ ചർച്ചകളും തന്ത്രപ്രധാനമായ നിരവധി യോഗങ്ങളും പ്രഖ്യാപനവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരൊക്കെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എണ്ണ വിതരണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിലൊന്ന്, ഇന്ത്യ ഇന്നലെ പുടിന് നൽകിയ അഭിമുഖത്തിൽ, ഇന്ത്യൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പുടിൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, റഷ്യയുടെ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യക്ക് എല്ലാ അവകാശങ്ങളുമുണ്ട് എന്നും അത് തടുക്കാൻ ആർക്കുമാകില്ല എന്നും പറയുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം ആണവോർജ്ജ മേഖലയിൽ വലിയ സഹകരണം ഇന്ത്യയുമായി റഷ്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിടുകയോ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയോ മറ്റോ ചെയ്യും. കൂടാതെ S-400 എയർ ഡിഫൻസ് സിസ്റ്റം, നമുക്കറിയാം ഈ S-400 ആയിരുന്നു പാകിസ്ഥാൻ അറ്റാക്കിലൊക്കെ, കഴിഞ്ഞ സിന്ദൂർ അറ്റാക്കിലൊക്കെ ഇന്ത്യയെ വലിയ തോതിൽ സഹായിച്ചത്. അത് പാകിസ്ഥാൻ്റെ മിസൈലടക്കം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സഹായകരമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പം Su-57 ഫൈറ്റർ ജെറ്റുകൾ എന്നിവയുടെ വാങ്ങൽ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്തുക എന്ന സുപ്രധാനമായ ഒരു ലക്ഷ്യം കൂടി ഇതിന് മുന്നിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇന്ന് 12 മണിക്ക് ഹൈദരാബാദ് ഹൗസിൽ വെച്ച്, ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ വെച്ചാണ് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച നടക്കുക. പ്രതിനിധി സംഘങ്ങളെ ഉൾപ്പെടുത്തിയുള്ള കൂടിക്കാഴ്ചയാകും. ഇതിനുശേഷം സംയുക്ത പ്രസ്താവനയുണ്ടാകും. റഷ്യ ഇന്ത്യ സാമ്പത്തിക സഹകരണത്തിലുള്ള 2030 രൂപരേഖയുണ്ടാകും. ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു മെമ്മോറാണ്ടം തുടങ്ങിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ ലോകം ഉറ്റുനോക്കുന്ന, പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും പോലെയുള്ള വൻ ശക്തികൾ ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് ഉള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു, യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയോട്, പുടിനോട് ഇന്ത്യ ആവശ്യപ്പെടണം, നരേന്ദ്രമോദി ആവശ്യപ്പെടണം എന്നുള്ളത്. പലതവണ ഈ ആവശ്യം നമുക്കറിയാം. നരേന്ദ്രമോദി ഇതിനു മുൻപ് 2 തവണയെങ്കിലും കുറഞ്ഞത് നരേന്ദ്രമോദി പുടിനോട് പല കൂടിക്കാഴ്ചകളിലും ആവശ്യപ്പെട്ടതാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ. ഇന്നും ഒരുപക്ഷെ സമാനമായ ആവശ്യം മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് പുടിൻ അഭിമുഖം നൽകിയത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ല മോദി എന്ന് വ്ളാഡിമിർ പുടിൻ പറയുന്നു. ഒപ്പം ഇന്ത്യക്ക് ഇങ്ങനെ നേതാവിനെ കിട്ടിയത് വലിയ ഭാഗ്യമായി കാണണം എന്ന് പറയുന്നു. അമേരിക്ക ഇപ്പോൾ റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇരട്ട തീരുവ അടക്കം ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉപദേശകരാണെന്നുള്ള കുറ്റപ്പെടുത്തലും പുടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ലക്ഷ്യം കൈവരിച്ച ശേഷം മാത്രമേ യുക്രൈനുമായുള്ള യുദ്ധം നിർത്തൂ എന്ന സുപ്രധാന പ്രഖ്യാപനം കൂടി ഇന്ത്യൻ മണ്ണിൽ വെച്ച് പുടിൻ നടത്തുന്ന കാഴ്ചയും ഇന്നലെ കണ്ടു. വളരെ വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്താണ് മോദി എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാമ്പത്തിക സഹകരണം, പ്രതിരോധം, മാനുഷിക സഹായം, സാങ്കേതിക വിദ്യാ വികസനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് പുടിൻ പറഞ്ഞത്. ഏതായാലും യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം 16 തവണ മോദിയുമായി പുടിൻ ആശയവിനിമയം നടത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 2 തവണ നേരിട്ട് ഈ വിഷയം സംസാരിച്ചിരുന്നു. ഇതിലൊക്കെ എന്താകും ഇന്ത്യയുടെ നിലപാട് എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം, അന്താരാഷ്ട്ര രാജ്യങ്ങളടക്കം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അശ്വതി. ശരി രഞ്ജിത്ത്, എന്തായാലും ആണവോർജ്ജ ബഹിരാകാശ മേഖലകളിലൊക്കെ ഇന്ത്യയുമായുള്ള സഹകരണം ശക്തമാക്കാനുള്ള സന്നദ്ധത റഷ്യ അറിയിച്ച സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക പ്രശ്നങ്ങളും ജീവനക്കാരുടെ ക്ഷാമവും കാരണം ഇൻഡിഗോ എയർലൈൻസിൽ പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇന്നും സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയാണ്. സർവീസുകൾ സാധാരണ നിലയിലാകാൻ ഫെബ്രുവരി വരെ സമയമെടുക്കുമെന്നാണ് വിശദീകരണം. ആർ രാകേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിസന്ധിയാണല്ലോ ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ബുദ്ധിമുട്ടിലാണ്. അതെ അശ്വതി, വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇൻഡിഗോയെ സംബന്ധിച്ച് ഇൻഡിഗോ രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ്. ഇന്ത്യയിലെ ആഭ്യന്തര സർവീസുകളിൽ ഏതാണ്ട് 60% കൈകാര്യം ചെയ്യുന്നത് ഇൻഡിഗോയാണ്. മാത്രവുമല്ല, കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ എയർലൈൻസാണ് ഇൻഡിഗോ. ആ ഇൻഡിഗോയാണ് ഇപ്പോൾ കൂട്ടത്തോടെ വൈകുകയോ അല്ലെങ്കിൽ കൂട്ടത്തോടെ റദ്ദാക്കുകയോ ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി ഇതാണ് സാഹചര്യം. ഇന്നലെ മാത്രം 550 വിമാനങ്ങളാണ് ഇൻഡിഗോയുടെ വിവിധ നഗരങ്ങളിൽ നിന്നായി, പ്രത്യേകിച്ച് ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്നായി റദ്ദാക്കപ്പെട്ടത്. മാത്രവുമല്ല, ഇന്നും സമാനമായ സാഹചര്യം തുടരുകയാണ്. അതായത് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുന്നുണ്ട്. ഇത് യാത്രക്കാരുടെ വലിയ പ്രതിഷേധത്തിന് ഒപ്പം തന്നെ അവർ വലയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇൻഡിഗോ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പുതിയ നിയമങ്ങൾ, പ്രത്യേകിച്ച് FDTL, അതായത് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഇടയാക്കിയ പ്രധാനപ്പെട്ട സാഹചര്യം. ചെക്കിനുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറാണ് എന്നൊക്കെ ആദ്യഘട്ടത്തിൽ വിശദീകരണം വന്നെങ്കിൽ പോലും അതല്ല, ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നടപ്പാക്കിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. അതായത് പൈലറ്റുമാരുടെ ആഴ്ചയിലെ വിശ്രമ കാലയളവ് 36 മണിക്കൂർ എന്ന് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇത് 48 മണിക്കൂറായി
വർദ്ധിപ്പിച്ചു. ഇതുകൂടാതെ രാത്രി ലാൻഡിംഗ് നേരത്തെ 6 മണിക്കൂർ എന്നത് 2 മണിക്കൂറായി നിജപ്പെടുത്തി. അങ്ങനെ പല നിർദ്ദേശങ്ങളും FDTL നടപ്പാക്കിയതോടുകൂടി നിലവിൽ വന്നു. ഇതോടുകൂടി ക്രൂവിൻ്റെ ക്ഷാമം വലിയ തോതിൽ ഇൻഡിഗോ നേരിടുന്നു. അതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായത്. 2024 തന്നെ ഈ നിയമം നടപ്പാക്കണം നിർദ്ദേശമൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികളുടെ എതിർപ്പിനെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോടതി ഇടപെടലിനെ തുടർന്നാണ് കഴിഞ്ഞ മാസത്തോടു കൂടി ഇത് നടപ്പാക്കാൻ ആരംഭിച്ചത്. ഇതാണിപ്പോൾ ഇൻഡിഗോയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഏതായാലും കൂട്ടത്തോടെ വിമാനങ്ങൾ റദ്ദാക്കുന്നത് സർവീസുകൾ ജനങ്ങളെയൊക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യോമയാന മന്ത്രാലയം ഇന്നലെ DGCAയും ഒപ്പം തന്നെ ഇൻഡിഗോ എയർലൈൻസ് അധികൃതരും ചർച്ച നടത്തി. ആ ചർച്ചയിൽ അവർ അറിയിച്ചിരിക്കുന്നത് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മടങ്ങിയെത്താൻ ഫെബ്രുവരി 10 വരെ സമയമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ കൂട്ടത്തോടെ വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കാനായി 8-ാം തീയതി മുതൽ ഈ വരുന്ന 8-ാം തീയതി മുതൽ സർവീസുകൾ കുറച്ചു കൊണ്ടുവന്ന് പരമാവധി സർവീസുകൾ, അതായത് നിലവിൽ സർവീസ് നടത്തുന്ന സർവീസുകളൊക്കെ തന്നെ പ്രശ്നങ്ങളില്ലാതെ നടപ്പാക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നാണിപ്പോൾ ഏതായാലും ഇൻഡിഗോ DGCAയെ അറിയിച്ചിരിക്കുന്നത്. അതാണ് നിലവിലെ സാഹചര്യം. നേരത്തെ എയർ ഇന്ത്യക്കൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് സാങ്കേതിക തകരാറാണെന്നാണ് വിശദീകരണം. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഏതായാലും ഇപ്പോൾ റദ്ദാക്കപ്പെടുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഇൻഡിഗോയുടെ കാര്യം അതല്ല, കൂട്ടത്തോടെ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായത്. തിരുവനന്തപുരത്ത് നടക്കം അത്തരത്തിൽ സാഹചര്യങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നും സമാനമായ സാഹചര്യം കഴിഞ്ഞ 2 ദിവസത്തേതുപോലെ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. അശ്വതി. ശരി, രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. കട്ടിളപ്പാളി കേസിൽ 3-ാം പ്രതിയാണ് വാസു. നേരത്തെ വാസുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിന്റെ ശുപാർശയിലാണ് കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ താൻ വിരമിച്ച ശേഷമാണ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്നും താൻ നിരപരാധിയാണ് എന്നുമാണ് വാസുവിന്റെ വാദം. ശബരിമലയിൽ വീണ്ടും തിരക്കേറുകയാണ്. രാവിലെ 7 മണി വരെ 25,000-ത്തിലധികം തീർത്ഥാടകരാണ് മല കയറിയത്. ഇന്നലെ 84,872 പേർ ദർശനം നടത്തി. അന്നദാനത്തിൽ കേരള സദ്യ വിളമ്പണമെന്ന ദേവസ്വം പ്രസിഡന്റ് നിർദ്ദേശത്തിൽ ഇന്ന് ചേരുന്ന ബോർഡ് യോഗം തീരുമാനമെടുക്കും. സജീവ് C. വാര്യർ സന്നിധാനത്ത് നിന്നും അല്പസമയത്തിനകം ചേരും. എന്തായാലും ഇന്നും വലിയ തിരക്കുണ്ട് ശബരിമലയിൽ എന്നുള്ളതാണ്. 84,000-ത്തിലധികം പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്നും വലിയ തിരക്ക് അവിടെ സന്നിധാനത്ത് ഉണ്ട്. രാവിലെ 7 മണി വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 25,000-ത്തിലധികം തീർത്ഥാടകർ മല കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിരക്ക് നമ്മൾ കണ്ടതാണ്. മഴയും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലും അവിടെ തിരക്കുണ്ടായിരുന്നു. അന്നദാനത്തിൽ കേരള സദ്യ വിളമ്പണമെന്ന ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം, അത് ഇന്ന് ചേരുന്ന ബോർഡ് യോഗം ആ കാര്യത്തിലും തീരുമാനമെടുക്കും. സജീവ് C. വാര്യർ ചേരുന്നു. സജീവ്, ഗുഡ് മോർണിംഗ്. എന്താണ് സന്നിധാനത്തെ ഇന്നത്തെ അവസ്ഥ? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തിരക്ക് ഏറുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ 82,000-ൽ പരം തീർത്ഥാടകരാണ് എത്തിയത്. ഇന്ന് രാവിലെ ആദ്യ മണിക്കൂറുകളിൽ 5,000-ലേറെ പേർ ഓരോ മണിക്കൂറിലും കയറി എത്തുന്നുണ്ട്. പടി കടന്ന് 4,500-ഓളം പേർ ഓരോ മണിക്കൂറിലും സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. വെർച്വൽ ക്യൂ വഴിയും അതുപോലെ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് തീർത്ഥാടകർ എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാനുള്ള ദിവസങ്ങളിലുള്ള ബുക്ക് ചെയ്ത ആളുകളും എത്തുന്നത് കൊണ്ടാണ് ഈ സംഖ്യയിൽ, അതായത് 70,000 എന്ന സംഖ്യയിൽ മാറ്റമുണ്ടാകുന്നത്. നേരത്തെ ബുക്ക് ചെയ്ത് എത്താൻ പറ്റാത്ത ആളുകളും
അതുപോലെ അടുത്ത ദിവസങ്ങളിൽ ഫ്യൂച്ചർ ബുക്കിംഗ് നടത്തിയ ആളുകളും ഈ ദിവസങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ ഒന്നും മടക്കി അയക്കുന്ന സാഹചര്യം പമ്പയിൽ ഇല്ല. പമ്പയിൽ നിലയ്ക്കലും എത്തുന്ന തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ദർശനം നടത്തി മടങ്ങാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്തിയെങ്കിൽ പോലും നേരത്തെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ആളുകൾക്ക് എത്താനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം ഓരോ 3 ഇടങ്ങളിൽ, അതായത് നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തേക്കുള്ള ശരണവഴിയിലുമെല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടാണ്, അതായത് നിയന്ത്രിതമായ രീതിയിലാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് തിക്കും തിരക്കുമില്ലാതെ സുഗമമായ രീതിയിൽ ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. 1 ലക്ഷത്തോളം പേർ എത്തുമ്പോൾ പോലും അത്തരത്തിൽ തിരക്കില്ലാത്ത രീതിയിൽ തൊഴാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ദേവസ്വം ബോർഡും പോലീസും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. അതേസമയം ഇന്ന് അന്നദാന സദ്യയിൽ ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. ഇക്കാര്യത്തിൽ ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടാകും. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കേരള സദ്യ അന്നദാനത്തിൽ രാവിലെ നൽകും ഉച്ചയ്ക്ക് നൽകും എന്നായിരുന്നു. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കുമായി കരാർ നൽകിയിരുന്ന കരാറുകാരനാണ് അത് ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ എന്നാൽ ഇതിലൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം നേരത്തെ പുലാവ് നൽകുന്നതിന് വേണ്ടിയാണ് കരാർ നൽകിയിരുന്നത്. കരാറിൽ മാറ്റമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തുകയിലെല്ലാം മാറ്റമുണ്ടാകും. പുതിയ ടെൻഡർ വിളിക്കാനുള്ള സാഹചര്യവും ഇപ്പോഴില്ല. അതുകൊണ്ട് പുതിയ ടെൻഡർ വിളിച്ചാൽ നിലവിലുള്ള കരാറുകാരൻ കേസിന് പോകും. അതേസമയം ഇയാൾക്ക് തന്നെ കരാർ നൽകിക്കഴിഞ്ഞാൽ മറ്റ് പുറത്തുള്ള കരാറുകാർ, താല്പര്യമുള്ള ആളുകൾ കേസിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാം തന്നെ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ഒപ്പം തന്നെ ഇലയിൽ സദ്യ വിളമ്പുമ്പോൾ അത് ഇല ഡിസ്പോസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതോടൊപ്പം സാധനങ്ങൾ സദ്യയ്ക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ദേവസ്വം ബോർഡിനെ കുഴക്കുന്നുണ്ടായിരുന്നു. അക്കാര്യത്തിലുള്ള അവലോകനങ്ങൾ 2-3 തവണ നടന്നതാണ്. ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം സദ്യ വിളമ്പിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് അത് എത്രത്തോളം സന്തോഷകരമായ, അല്ലെങ്കിൽ അവരെത്ര എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു അവലോകനം വീണ്ടും നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിലും തീരുമാനമുണ്ടാകും. അശ്വതി. ശരി, സജീവ് സി വാര്യറാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എറണാകുളം പച്ചാളത്ത് ട്രെയിൻ അട്ടിമറി ശ്രമം. റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തി. പോലീസ് സ്ഥലത്തെത്തി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, എന്താണ് സംഭവിച്ചത്? പച്ചാളത്താണ് ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ ആട്ടുകല്ല് കണ്ടെത്തിയത്. ആജ്ഞയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, കേൾക്കാമോ? പോലീസ് സ്ഥലത്തെത്തിയെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആക്ച്വലി ഈ ട്രെയിൻ അട്ടിമറി ശ്രമമാണോ എന്നൊരു സംശയമുണ്ട്. അതേസമയം ഈ ട്രാക്കിന് സമീപത്തായി തന്നെ ഒരു പട്ടിയുടെ ശവശരീരം ട്രെയിൻ തട്ടി ചിന്തിച്ചൊരു കിടപ്പുണ്ട്. അതിനെ അത്തരത്തിൽ കൊന്നതാണോ അതല്ലെങ്കിൽ ട്രെയിൻ അട്ടിമറിക്കാൻ വേണ്ടി ആരെങ്കിലും ട്രാക്കിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളതാണോ എന്ന് അറിയില്ല. പക്ഷെ ഒരു ട്രെയിൻ വന്നാൽ ഇത് തട്ടി ഇത്ര ആട്ടുകളിലാണ് ട്രാക്കിന്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോ ട്രെയിൻ വന്നാൽ അത് തട്ടി അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൂടി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തതയില്ല. എന്നിരുന്നാലും പാളത്തിന് നടുവിൽ തന്നെയാണ് ആട്ടുകല്ല് വെച്ചിരിക്കുന്നത്. അത് ഇത്തരത്തിലൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ അതോ ഈ പട്ടിയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചതാണോ എന്നുള്ള ഒരു അന്വേഷണത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. എന്തായാലും വളരെ വൈകാതെ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ചുറ്റുവട്ടത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്നുണ്ട്, അവരുടെയൊക്കെ മൊഴിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ അല്ലെങ്കിൽ അതൊരു വ്യക്തതയിലാകാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തായാലും മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ് നിലവിൽ. പക്ഷെ നേരത്തെ പോലീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ആട്ടുകല്ലാണ് ട്രെയിൻ ട്രാക്കിലേക്ക് വരുമ്പോൾ തട്ടി അപകടം ഉണ്ടാകാനോ അതല്ലെങ്കിൽ പാളം തെന്നിപ്പോകാനോ ഉള്ള എല്ലാ സാധ്യതയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അശ്വതി. ശരിയാ. ആലപ്പുഴ മാരാരിക്കുളത്ത് താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ ഉൾപ്പെടെ 3 അംഗ സംഘം കൊക്കൈനുമായി പോലീസ് പിടിയിൽ. അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ സജേഷ്, ബിടെക് ബിരുദധാരി അമൽ, എബ്രഹാം മാത്യു എന്നിവരാണ് പിടിയിലായത്. 20 ഗ്രാം കൊക്കൈനും LSD സ്റ്റാമ്പുകളുമാണ് പിടികൂടിയത്.
ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് സംഘവും മണഞ്ചേരി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കൊക്കൈൻ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. അമ്പലപ്പുഴ താലൂക്ക് റവന്യൂ റിക്കവറി ഓഫീസർ സജേഷ് ഇതിനു മുമ്പും വിജിലൻസ് കേസുകൾ ഉൾപ്പെടെ പ്രതിയാണ്. ഇവർ ദിവസങ്ങളായി മാരാരിക്കുളത്ത് റിസോർട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് വൈകിട്ടോടെ പിടികൂടുകയായിരുന്നു. 20 ഗ്രാം കൊക്കൈൻ, LSD സ്റ്റാമ്പുകൾ, ലഹരി ഗുളികകൾ എന്നിവ ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായ എഞ്ചിനീയറിംഗ് ബിരുദധാരി അമൽ കോഴിക്കോട് സ്വദേശിയാണ്. ട്രേഡിംഗിനായാണ് ഇവർ ഒരുമിച്ച് കൂടിയെന്നാണ് വിവരം. കൂടെ പിടിക്കപ്പെട്ട എബ്രഹാം മാത്യു വാടകയ്ക്കെടുത്തിട്ടുള്ളതാണ് മാരാരിക്കുളത്തെ നെറ്റ്ലിസ് എന്ന റിസോർട്ട്. ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗമാണ് കൊക്കൈൻ കൊണ്ടുവന്നതെന്നാണ് അമൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എബ്രഹാം മാത്യു ചെന്നൈയിൽ നിന്ന് കാറിലാണ് മാരാരിക്കുളത്ത് റിസോർട്ടിലേക്ക് എത്തിയത്. വിമാനമാർഗം കൊക്കൈൻ എത്തിച്ചുവെന്ന അമലിന്റെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിനു മുമ്പും ഇതേ റിസോർട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. എറണാകുളത്തെ മയക്കുമരുന്ന് ലോബിയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. പടിഞ്ഞാറേക്കോട്ട സ്വദേശികളായ അനൂപ് വിജയന്റെയും ചിപ്പി പ്രകാശിന്റെയും മകൾ ശ്രുതി അനൂപിന്റെ 10ാം പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയും ശീലമ്മയും പ്രകാശപ്പൂപ്പനും അച്ഛമ്മയുമാണ്. ശ്രുതിമോൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങളുടെ ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിയുടെ അമ്മ പുഷ്പകുമാരിയുടെ 60ാം പിറന്നാളാണ് ഇന്ന്. അമ്മയ്ക്ക് ആശംസകൾ അറിയിക്കുന്നത് സ്വാതി, സ്വാഗത്, രുദ്ര, ശ്രീദേവി. അമ്മ എല്ലാവിധ ആശംസകളും, സന്തോഷമായി ആരോഗ്യവതിയായി ഇരിക്കൂ. പുഷ്പാമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങൾക്കെല്ലാം പരിചിതനാണ് എൽദോ പോൾ പുതുശ്ശേരി. ഞങ്ങളുടെ എൽദോയുടെ പിറന്നാളാണിന്ന്. എൽദോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പത്തനാപുരം മാങ്കോട് സ്വദേശി ദേവർഷിന്റെ പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയും. അമ്മ രേഷ്മ, അച്ഛൻ രതീഷ്. മോനെ, ഹാപ്പി ബർത്ത്ഡേ. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിരവധി വാർത്തകളുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.